നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വീണ്ടും കടുത്ത തീരുമാനങ്ങൾ പങ്കുവച്ചുകൊണ്ട് സൗദി അറേബ്യ രംഗത്തെത്തിയിരിക്കുകയാണ്. പുതിയ നിർദ്ദേശപ്രകാരം കാലാവധി കഴിഞ്ഞ് 2 മാസം പിന്നിട്ട റീ എൻട്രി വിസ പുതുക്കില്ലെന്ന് സൗദി അധികൃതർ അറിയിച്ചു. അവധിയിൽ സൗദി അറേബ്യയിൽ നിന്ന് പുറത്തുപോയവരുടെ റീ എൻട്രി വിസകൾ കാലാവധി കഴിഞ്ഞ് 2 മാസമായാൽ തന്നെ പിന്നീട് അവ പുതുക്കി നൽകുന്നതല്ല. സൗദി ആഭ്യന്തര മന്ത്രാലയമാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. സൗദിയിൽ തൊഴിൽ വിസയിലോ ആശ്രിത വിസയിലോ താമസിക്കുന്നവർക്ക് രാജ്യത്തിന് പുറത്തു പോകാൻ അനുവദിക്കുന്നതാണ് റീ എൻട്രി വിസ എന്നത്. ഇത്തരം റീ എൻട്രി വിസകൾ ഇലക്ട്രോണിക് രീതിയിൽ പുതുക്കാൻ സാധിക്കില്ല എന്നാണ് മന്ത്രാലയത്തിന് കീഴിലെ അബ്ഷീർ പോർട്ടൽ അധികൃതർ അറിയിച്ചത്. ട്വിറ്റർ വഴിയാണ് നിർദ്ദേശം അറിയിച്ചത്. എന്നാൽ താമസരേഖയ്ക്ക് അഥവാ ഇഖാമയ്ക്ക് കാലാവധി ബാക്കിയുണ്ടായിരിക്കുകയും റീ എൻട്രി വിസയുടെ കാലാവധി 2 മാസത്തിൽ കൂടാതിരിക്കുകയും ചെയ്താൽ അത്തരം വിസകളുടെ കാലാവധി വിസയുടെ സ്പോൺസർക്ക് പുതുക്കാൻ സാധിക്കും. തൊഴിലാളി വിദേശത്തായിരിക്കുമ്പോൾ തന്നെ സൗദിയിൽ നിന്നും സ്പോൺസർക്ക് ഇലക്ട്രോണിക് സംവിധാനം വഴിയാണ് വിസ പുതുക്കാൻ സാധിക്കുന്നത്. അതേസമയം തൊഴിലാളി രാജ്യത്തിന് പുറത്താണെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ ഇലക്ട്രോണിക് രീതിയിൽ റീ എൻട്രി കാലാവധി നീട്ടാൻ സാധിക്കുകയുള്ളൂ എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം സൗദിയിൽ 3 മാസാടിസ്ഥാനത്തിൽ താമസരേഖയും വർക്ക് പെർമിറ്റും എടുക്കൽ അഥവാ പുതുക്കൽ സേവനം ആരംഭിച്ചിട്ടുണ്ട്. സൗദി അതോറിറ്റി ഫോർ ഡാറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് പാസ്പോർട്ട് ഡയറക്ടറേറ്റും മാനവവിഭവശേഷി മന്ത്രാലയവും ഈ സേവനം ആരംഭിച്ചത്. മാനവവിഭവശേഷി വകുപ്പിന്റെ ലെവി, ജവാസത്തിന്റെ ഫീസ് എന്നിവ ചേർത്ത് വലിയ തുകയാണ് ഇഖാമയും വർക്ക് പെർമിറ്റും പുതുക്കാനോ പുതിയതെടുക്കാനോ ചെലവ് വരിക. ഇതിന്റെ 4/1 തുക മാത്രം അടച്ച് 3 മാസത്തേക്ക് മാത്രമായി അല്ലെങ്കിൽ അതിന്റെ ഗുണിതങ്ങളായി ഇഖാമ പുതുക്കാനുള്ള സംവിധാനമാണ്. 3 മാസത്തിന് പുറമെ 6 മാസം, 9 മാസം, 12 മാസം എന്നീ കാലയളവുകളായും ഇഖാമ പുതുക്കുകയോ പുതിയതെടുക്കുകയോ ചെയ്യാൻ ആകും. തൊഴിലുടമയ്ക്ക് തന്റെ സ്ഥാപനത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് മാത്രം ജീവനക്കാരുടെ ഇഖാമ പുതുക്കാൻ കഴിയുന്നത് രാജ്യത്തെ സ്വകാര്യ മേഖലയ്ക്കും തൊഴിൽ വിപണിക്കും വലിയ ആശ്വാസവും സഹായമാകുകയും എന്നാണ് കരുതുന്നത്. ഈ നിയമം രാജ്യത്തെ വിദേശ ഗാർഹിക ജോലിക്കാർക്ക് ബാധകമല്ല. അതേസമയം ഇന്ത്യയിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് നേരിട്ട് വിമാന സർവീസ് ആരംഭിക്കുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഡിസംബർ 1 മുതലാണ് ഇന്ത്യയിൽ നിന്ന് സൗദിയിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ ആരംഭിച്ചത്. അധികൃതരാണ് ഇക്കാര്യം അറിയിച്ചിരുന്നത്. ഇന്ത്യയെ കൂടാതെ ഇന്തോനേഷ്യ, പാകിസ്ഥാൻ, ബ്രസീൽ, വിയറ്റ്നാം, ഈജിപ്ത് എന്നീ രാജ്യങ്ങളിൽ നിന്നും സൗദിയിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ അനുമതി നൽകിയിട്ടുമുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.